അല്ല, അതിൽ പിന്നെ മുന്നണി ബന്ധമൊന്നും അല്ല പ്രശ്നം. പൊതുസമൂഹം പൊതുവിൽ ഇത്തരം കാര്യങ്ങളിൽ എന്ത് നടന്നു എന്നുള്ളത് അറിയാതെ വളരെ ആശങ്കയിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ അവകാശമാണ് വിവരം ലഭിക്കുക എന്നുള്ളത്. ഇത്തരം കൂടിക്കാഴ്ച എന്തിനു വേണ്ടി നടന്നു, പൂരം അത് സാധാരണ പോലെ നടന്നില്ല, അത് ഈ കൂടിക്കാഴ്ചയുടെ ഫലമാണ് എന്ന ആരോപണം വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതിയൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടത് പൊതുജനങ്ങളുടെ അവകാശമാണ്, വിവരം ലഭിക്കേണ്ട അവകാശമാണ്. അത് സർക്കാർ കൊടുക്കുക തന്നെ വേണം. യു ഡി എഫ് ഉണ്ട്, നമ്മൾ കാണുന്നുണ്ടല്ലോ. എൽ ഡി എഫിലെ കക്ഷികളും എൽ ഡി എഫിലെ എല്ലാവരും ഒരുപോലെ ഇത് ഈ ഇലക്ഷൻ്റെ കുറച്ച് മുമ്പ് ഇങ്ങനെ ഒരു പ്ലാനിങ് നടന്നു, ചർച്ച നടന്നു, അതുകൊണ്ട് പൂരം കലങ്ങി, അതുകൊണ്ട് അവിടെ ഒരു പ്രത്യേക റിസൾട്ട് വന്നു എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച് മുന്നണി ഭേദമന്യേ എല്ലാവരും ഒരുപോലെ പ്രതികരിച്ചല്ലോ, ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പൊതുഅഭിപ്രായമാണ് എന്നർത്ഥം. അല്ല, അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്, ഇപ്പം പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ അറിവോട് ഇല്ല, അതാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് എന്താ നടന്നത് എന്നുള്ളത് പിന്നെ ഞാൻ ഇന്നലെ തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ഇന്നലെ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു. ഗവൺമെൻറ് അത് വ്യക്തമാക്കേണ്ട സാഹചര്യമുണ്ട്, മുഖ്യമന്ത്രി അത് വ്യക്തമാക്കേണ്ട കാര്യമുണ്ട്, ഒരു ക്ലാരിഫിക്കേഷൻ വേണം എന്നുള്ള ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഓക്കെ. കോൺഗ്രസിലെ ഒരു നേതാവ് ബി ജെ പിക്ക് പോകുന്നവർക്ക് ഇന്നൊരു മാധ്യമത്തിൽ വാർത്ത കണ്ടിരുന്നു. ഒരു മുതിർന്ന നേതാവ് കൂടി ബി ജെ പിയിലേക്ക് പോകുന്നുള്ളതാണ് ഒരു വെളിപ്പെടുത്തൽ. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എന്ന വാർത്ത. അല്ല, വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരും, പക്ഷേ അങ്ങനെ ആരും അധികം കോൺഗ്രസ് പോയി കണ്ടിട്ടില്ല. പിന്നെ മാത്രമല്ല, കോൺഗ്രസ് ആണല്ലോ ഇപ്പോൾ ബി ജെ പിക്ക് പകരമായി അനവധി എം പിമാരുമായി പാർലമെൻറ്റിൽ തിരിച്ചു വന്നത്. അപ്പോൾ ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ഒരു ബി ജെ പിയേതര സർക്കാർ ഇന്ത്യ രാജ്യത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നായകത്വം വഹിക്കാൻ കോൺഗ്രസ് തന്നെയാണുള്ളത്. ഒറ്റപ്പെട്ട ആരെങ്കിലുമൊക്കെ പോയാലും ഒന്നും അതിനൊരു പോറൽ എടുക്കില്ല. ഈ വി ഡി സതീശൻ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് വി മുരളീധരൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2006 2010 ഒക്കെ ആയിട്ട് പലതവണയായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ 2006 ശേഷം നദിയിലൂടെ എത്ര വെള്ളം ഒഴുകിപ്പോയി. വി ഡി സതീശൻ പിന്നെ എന്തെല്ലാം റോളിൽ വന്നു. ഇപ്പം ഇനി അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ കേരളം ഒരുപാട് ചർച്ച ചെയ്ത് പോയ കാര്യങ്ങളല്ലേ.